ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് തുടങ്ങാം. ഇന്ന് ലീഡർഷിപ്പ് ടൈപ്സ് ആൻഡ് സ്റ്റൈൽസ് ആണ് നമുക്ക് എടുക്കാനുള്ളത്. കഴിഞ്ഞ തവണ ലീഡർഷിപ്പിൻ്റെ ട്രെയ്റ്റ്സും അതുപോലെ തന്നെ ലീഡർഷിപ്പ് തിയറീസ് ആണ് പഠിച്ചത്. ഏകദേശം അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ഓൾമോസ്റ്റ് അടുത്ത് നിൽക്കുന്ന ഒരു ടോപ്പിക്കാണ്. ഈ ടോപ്പിക്കോട് കൂടി നമ്മൾ ഈ പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ കംപ്ലീറ്റ് മൊഡ്യൂൾ കഴിയാണ്. ഒരു ചെറിയ പോർഷൻ റോൾ ഓഫ് ടെക്നോളജി ഒഴികെ ബാക്കിയുള്ള എല്ലാതും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് എടുക്കാം. അത് വളരെ ചെറിയതാണ് എന്നാണ് എനിക്ക് വിചാരിക്കുന്നത്. ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിലേക്ക് ചിലപ്പോൾ അത് കഴിയും. ഓക്കെ, ലീഡർഷിപ്പിൻ്റെ രണ്ട് പാർട്ടും നിങ്ങൾ നന്നായി പഠിക്കണം. ആക്ച്വലി ലീഡർഷിപ്പിൽ നമുക്ക് ഈ ലീഡർഷിപ്പ് ടൈപ്സും സ്റ്റൈൽസും തമ്മിലുള്ള വ്യത്യാസം അതാദ്യം നോക്കാം. നമ്മൾ രണ്ടും പഠിക്കുന്നുണ്ട്, ലീഡർഷിപ്പ് ടൈപ്സ്, ലീഡർഷിപ്പ് സ്റ്റൈൽസ്. ഓക്കെ, അപ്പോൾ ആക്ച്വലി ലീഡർഷിപ്പ് ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് കൈൻഡ് ഓഫ് എ ലീഡർ എന്നുള്ളത്, എന്ത് തരത്തിലാണ് ഒരു ലീഡർഷിപ്പ് ബിഹേവ് ചെയ്യുന്നത്. അത് ബിഹേവിങ് എന്ന് പറയാൻ പറ്റില്ല, എന്ത് തരത്തിലുള്ള ലീഡർഷിപ്പാണ് ഫോളോ ചെയ്യുന്നത്, അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, ഇതൊക്കെയാണ് ലീഡർഷിപ്പ് ടൈപ്പിൽ വരുന്നത്. ലീഡർഷിപ്പ് സ്റ്റൈൽസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഒരു ലീഡർ ഏത് തരത്തിലാണ് ബിഹേവ് ചെയ്യുന്നത്. അപ്പം ലീഡർഷിപ്പ് സ്റ്റൈൽസിൽ മിക്കവാറും അവരുടെ ബിഹേവിയർ ആണ് അതിൽ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഡെഫിനേഷൻ തന്നെ ലീഡർഷിപ്പ് സ്റ്റൈൽ ഈസ് എ പാറ്റേൺ ഓഫ് ബിഹേവിയർ that a leader exhibits in influencing his or her subordinates towards the goal of an organization. ഓക്കെ, അപ്പോൾ ഈ ലീഡർഷിപ്പ് സ്റ്റൈൽസ് ഒരു ഗ്രൂപ്പിൽ നിന്ന് വേറൊരു ഗ്രൂപ്പിലേക്ക് ആകുമ്പോൾ ഇത് ചേഞ്ച് ആവും, ഒരു സിറ്റുവേഷൻ നിന്ന് വേറൊരു സിറ്റുവേഷനിലേക്ക് ആകുമ്പോൾ ഇത് ചേഞ്ച് ആവും. ചേഞ്ച് ആവണം, ഇല്ലെങ്കിൽ ആ ഒരു ലീഡർഷിപ്പ് എഫക്റ്റീവ് ആവില്ല. ഓക്കെ, നമുക്ക് അറിയാലേ, നമ്മൾ പഠിച്ചപ്പോൾ മെയിനായിട്ട് രണ്ട് തരത്തിലുള്ള ഫാക്ടേഴ്സാണ് മെയിനായിട്ടുള്ള. ഒന്ന് എംപ്ലോയി ഓറിയൻറ്റഡ് അല്ലെങ്കിൽ മെമ്പർ ഓറിയൻറ്റഡ്. ഒരു ഗ്രൂപ്പിലുള്ള വ്യക്തികളെ കൂടുതൽ സപ്പോർട്ട് ചെയ്യാനും അവരുടെ എന്താ പറയുക, അവരുടെ ഒരു ബെനിഫിറ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരോട് കൂടുതൽ ഒരു റാപ്പോ ബിൽഡ് ചെയ്യുന്നതും തരത്തിലുള്ള ഒരു എംപ്ലോയി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ലീഡർഷിപ്പ് സ്റ്റൈല്. പിന്നെ അടുത്തത് ടാസ്ക് ഓറിയൻറ്റഡ്. എന്ത് കാര്യമാണ് ചെയ്യുന്നത് അതിൽ കൂടുതൽ ശ്രദ്ധ, അതെങ്ങനെ കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ട് ചെയ്യാം എന്ന തരത്തിലുള്ള ഒരു ടാസ്ക് ഓറിയൻറ്റഡ് മൈൻഡ് സെറ്റ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ചിലപ്പോൾ ഓരോന്നിൻ്റെ എക്സ്ട്രീം വേർഷൻ ആയിരിക്കും, ചിലപ്പോൾ രണ്ടിൻ്റെയും ഒരു മിക്സിങ് ആയിരിക്കും. അപ്പോൾ ഇത് ഈ തരത്തിലാണ് നമ്മൾ എല്ലാ തരത്തിലുള്ള ലീഡർഷിപ്പിനും അനലൈസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ തന്നെ പറയുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഗ്രൂപ്പ് അതിൽ അവർക്കൊരു സെൻസ് ഓഫ് ഡയറക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ പർപ്പസ് ഇതൊക്കെ മിസ്സായി കഴിഞ്ഞാൽ അവർ വളരെ ഡയറക്റ്റീവ് സ്റ്റൈലിൽ ആണ് ലീഡർ അപ്രോച്ച് ചെയ്യുക. വളരെ ഡയറക്ഷൻ, ക്ലിയർ ആയിട്ട് ഡയറക്ഷൻ കൊടുത്ത് ഉള്ള രീതിയിൽ. എന്നാൽ ഗ്രൂപ്പിന് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആണ്, ഓർഗനൈസേഷൻ്റെ ഗോൾസ്, ഒബ്ജക്റ്റീവ്സ് എല്ലാം ക്ലിയർ ആണെങ്കിൽ ഒരു നോൺ ഡയറക്റ്റീവ് ആയിട്ടുള്ള സപ്പോർട്ടിങ് സ്റ്റൈലാണ് കൊടുക്കുക. ഇനി ലീഡർഷിപ്പ് സ്റ്റൈൽസിൽ എന്തൊക്കെ വരും? നമുക്ക് ലീഡർഷിപ്പ് സ്റ്റൈല് രൂപപ്പെടണമെങ്കിൽ നമുക്കറിയാലേ 4 ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്ന് ലീഡറിന്റെ സ്വന്തം പേഴ്സണാലിറ്റി. അത് മാത്രമല്ല, ഈ ആരെയാണോ ലീഡ് ചെയ്യുന്നത് ആ ഗ്രൂപ്പിന്റെ പേഴ്സണാലിറ്റി, അവരുടെ ബിഹേവിയർ. പിന്നെ നേച്ചർ ഓഫ് ടാസ്ക്, എന്ത് തരത്തിലുള്ള ടാസ്ക്കാണ് നിങ്ങൾ ഫുൾഫിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ നേച്ചർ ഓഫ് എൻവയോൺമെൻറ്റ്, ഏത് തരത്തിലുള്ള എൻവയോൺമെൻറ്റിലാണ് നിങ്ങൾ ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്, ഇത് കോണ്ടെക്സ്റ്റ് എവിടെയാണ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ പേഴ്സണാലിറ്റി ഓഫ് ലീഡറിൽ വരുന്നത് അയാളുടെ വാല്യൂ സിസ്റ്റം, ഏത് തരത്തിലുള്ള വാല്യൂ ആണ് അയാൾ ഫോളോ ചെയ്യുന്നത്. അതുപോലെ തന്നെ കോൺഫിഡൻസ് ഇൻ ഗ്രൂപ്പ് മെമ്പറുടെ അടുത്ത് അവർക്ക് എത്രത്തോളം കോൺഫിഡൻസ് ഉണ്ട്, അതാണ് ഏറ്റവും ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ ലീഡർഷിപ്പ് ഇൻക്ലിനേഷൻ, അവർ ഏത് തരത്തിലുള്ള ലീഡർഷിപ്പാണ് അവർ ഫോളോ ചെയ്യാൻ അവർ തന്നെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഫീലിങ്സ് ഓഫ് സെക്യൂരിറ്റി ഇൻ അൺസർട്ടൻ. മിക്ക കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത് ഒരു അൺസർട്ടൻ സിനാരിയോയിലാണല്ലേ. നമുക്ക് ഒരു കാര്യം ചെയ്ത് പലതരത്തിലുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും, അതിൽ ഏത് ചെയ്താൽ എന്താവും എന്നുള്ളത് നമുക്ക് ഇപ്പം അറിയാൻ പറ്റില്ല.
ഓക്കെ. അപ്പൊ അത്തരത്തിലുള്ള ഒരു ഫീലിങ്സ് ഓഫ് അൺസർട്ടൻ ഇപ്പൊ ഒരു കാര്യം എന്താ വെച്ചാൽ കൂടുതൽ മെമ്പേഴ്സിനെ കൊണ്ട് ഹാർഷായിട്ട് വർക്ക് ചെയ്യിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ടാസ്ക് വിൻ ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷെ ഈ മെമ്പേഴ്സ് ആ ഗ്രൂപ്പ് ലീവ് ചെയ്യുകയാണെങ്കിലോ, അതല്ലെങ്കിൽ ഇനിയിപ്പോ ഗ്രൂപ്പ് എല്ലാവരോടത്തും വളരെ സൗമ്യമായിട്ട് പെരുമാറി, എന്നാൽ ടാസ്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ. ഓക്കെ. അപ്പൊ ഈ അതൊരു അൺസർട്ടനിറ്റി അതിലുണ്ട്. അതിനെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ള ഒരു ഗ്രൂപ്പിന്റെ അത് ഏത് തരത്തിലാണ് ഹാൻഡിൽ ചെയ്യുന്നത് എന്നാണ് ഒരു പേഴ്സണാലിറ്റി ഓഫ് ലീഡറിലെ ഒരു ഭാഗം. ഓക്കെ. അടുത്തത് നമുക്ക് ഗ്രൂപ്പ് മെമ്പേഴ്സിന്റെ ബിഹേവിയർ എന്താ നോക്കാം. ചില ആൾക്കാർക്ക് എന്തായിരിക്കും കൂടുതൽ ഇൻഡിപെൻഡൻസ് വേണം. ഓക്കെ. അതേപോലെ തന്നെ റെസ്പോൺസിബിലിറ്റി കൂടുതലായിട്ട് അവർ തന്നെ എന്തെങ്കിലും എല്ലാ കാര്യങ്ങളും ഡയറക്റ്റ് അത് ചെയ്യൂ, ഇത് ചെയ്യൂ, അത് ചെയ്യൂ, ഇത് ചെയ്യൂ എന്നുള്ള രീതിയിൽ അവർ പറയുന്നതിന് പകരം ഏതെങ്കിലും ഒരു സ്പെസിഫിക് ടാസ്ക് അവർക്ക് കൊടുത്തിട്ട് അതിൻ്റെ എല്ലാ ഉത്തരവാദിത്വങ്ങളും അവർക്ക് കൊടുത്ത് അത് ചെയ്യിക്കുക. ഓക്കെ. അത്തരത്തിലുള്ള ചില ആൾക്കാർക്ക് ഒരു ഡിസയർ ഉണ്ടായിരിക്കും. ചില ആൾക്കാർക്ക് എന്താണ് പറയുന്നത് അത് അനുസരിക്കുക. വേറൊരു റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ ഓരോ ഗ്രൂപ്പ് മെമ്പേഴ്സിന്റെ നേച്ചറാണ്. ഓക്കെ. ഇത് ലീഡർഷിപ്പ് സ്റ്റൈൽസിനെ അഫക്റ്റ് ചെയ്യും. ഓക്കെ. അതേപോലെ തന്നെ സ്കിൽസ് ഓഫ് എംപ്ലോയീസിന് എത്രത്തോളം സ്കിൽസ് ഉണ്ട്, സ്കിൽ അപ്ഗ്രേഡ് ചെയ്യുന്നതും ലീഡറിന്റെ പണിയാണോ, അല്ലെങ്കിൽ ചില ആൾക്കാർ ആ സ്കില്ല് വെച്ചിട്ട് തന്നെ അവരുടെ ഒരു പൊളിറ്റിക്സ് അതിൽ പ്ലേ ചെയ്യുന്നുണ്ടോ, ഇതൊക്കെ ഒരു ലീഡർഷിപ്പ് സ്റ്റൈൽസ് എങ്ങനെ വരും എന്നുള്ളത് ഡിഫൈൻ ചെയ്യും. ഓക്കെ. അടുത്തത് നേച്ചർ ഓഫ് ടാസ്ക്. ഇപ്പോൾ ഇമ്പോർട്ടൻസ് ആൻഡ് കോംപ്ലക്സിറ്റി. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു വർക്കാണ്. ഓക്കെ. അത് വളരെ അർജന്റ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അതൊരു ഡെമോക്രാറ്റിക് സ്റ്റൈൽ എല്ലാവരോടും അനുവാദം ചോദിച്ച് എല്ലാവരും ഒരു അഭിപ്രായം പറഞ്ഞ് എല്ലാവരും ഒരു കോമൺ പ്ലാറ്റ്ഫോമിൽ എത്തി എന്താ പറയുക എല്ലാവരുടെയും കൺസെൻസോട് കൂടിയിട്ട് ചിലപ്പോൾ അത് നടക്കില്ല അല്ലേ. കാരണം ഇതൊക്കെ സംസാരിച്ച് ഒരാൾക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. ഇതൊക്കെ തീരാൻ ഒരുപാട് സമയമെടുക്കും. പക്ഷെ അത്തരത്തിലുള്ള സമയമില്ലാത്ത സ്ഥലങ്ങളിൽ അത്തരത്തിലുള്ള ഡെമോക്രാറ്റിക് സ്റ്റൈൽ വർക്ക് ചെയ്യും, അവിടെ വർക്ക് ചെയ്യില്ല. അപ്പൊ അവിടെ ഒരു ഓട്ടോക്രാറ്റിക് സ്റ്റൈലോ അല്ലെങ്കിൽ വളരെ ഡയറക്റ്റീവ് ആയിട്ടുള്ള സ്റ്റൈലോ ആണ് വർക്ക് ചെയ്യുക. അപ്പൊ അതാണ് നേച്ചർ ഓഫ് ടാസ്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നേച്ചർ ഓഫ് എൻവയോൺമെന്റ്, സ്ട്രക്ചർ ഓഫ് ദ ഓർഗനൈസേഷൻ. സ്ട്രക്ചർ നമ്മൾ പഠിച്ചതാണ് ഏത് രീതിയിലാണ് ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ വരിക. അതുപോലെ ഔട്ട്സൈഡ് പ്രഷർ, സോഷ്യൽ, എക്കണോമിക്, പൊളിറ്റിക്കൽ പ്രഷർ. ഈ ഔട്ട്സൈഡ് പ്രഷറിനനുസരിച്ചിട്ടും ലീഡർഷിപ്പ് സ്റ്റൈൽസ് മാറാം. ഓക്കെ. ലീഡർഷിപ്പ് സ്റ്റൈൽസിനെ കുറിച്ചാണ് പറഞ്ഞത്. ഞാൻ അടുത്തത് ലീഡർഷിപ്പ് ടൈപ്സ് ആണ് പറയുന്നത്. ഏതൊക്കെ ടൈപ്സ് ലീഡർഷിപ്പാണ് വരുന്നത്, അതിനുശേഷം പിന്നെ ലീഡർഷിപ്പ് സ്റ്റൈൽസ് വീണ്ടും നമുക്ക് എടുക്കാം. ഓക്കെ. അപ്പോൾ leadership typology has been classified into various ways based on the nature displayed by the leaders in influencing the followers. The types of leadership that has been discussed here include feudal, paternal, participatory, developmental, bureaucratic, manipulative, exploitative type and charismatic type of leadership. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഫ്യൂഡൽ ടൈപ്പാണ്. ഇപ്പോൾ ഫ്യൂഡൽ ടൈപ്പിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിലേഷൻഷിപ്പ് ലീഡറും അതുപോലെ തന്നെ ഒരു മെമ്പറും ആയിട്ടുള്ള ലീഡർഷിപ്പ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലോഡും പിന്നെ സബ്ജക്റ്റും ഒരു എന്താ പറയുക നമ്മുടെ ജന്മി കുടിയാൻ ബന്ധമാണ്. വളരെ എന്താ പറയുക കോർഡിയൽ ആയിട്ടുള്ള വളരെ സബ്മിസീവ് ആയിട്ടുള്ള അതായത് ലീഡർക്ക് സബ്മിസീവ് ആയിട്ട് നിൽക്കുന്ന തരത്തിലാണ് ഈ ഫ്യൂഡൽ ടൈപ്പ് ഉള്ളത്. ഓക്കെ. അതുപോലെ തന്നെ പറ്റേണൽ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അച്ഛൻ മകൻ റിലേഷൻഷിപ്പ് ടൈപ്പാണ് ഈ പറ്റേണൽ ടൈപ്പ്. അത് ജപ്പാനിലൊക്കെ അവിടുത്തെ ഒരു കൾച്ചർ അനുസരിച്ച് അവിടെയാണ് ഇത്തരത്തിലുള്ള ഇത് വളരെ പോപ്പുലർ ആയിട്ടുള്ളത് ലീഡർഷിപ്പ് ടൈപ്സ്. അടുത്തത് ഡിക്റ്ററ്റോറിയൽ ടൈപ്പാണ്. ഈ ഡിക്റ്ററ്റോറിയൽ ടൈപ്പിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ഒബീഡിയൻസ് ഡിമാൻഡ് ചെയ്യും എംപ്ലോയീസിന്റെ കയ്യിൽ നിന്ന്. ഓക്കെ. അപ്പൊ അതിലെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ലീഡർ എന്താണോ പറയുന്നത് അത് കംപ്ലീറ്റ് വളരെ എന്തെങ്കിലും ഓർഡർ കൊടുക്കണമെങ്കിൽ വളരെ കൃത്യമായിട്ട് അത് ഫോളോ ചെയ്യണം. ഓക്കെ. അതുമാത്രമല്ല ഈ ഡിക്റ്ററ്റോറിയൽ ടൈപ്പിൽ എംപ്ലോയീസിന് യാതൊരുവിധ ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി ഇല്ല, ഒരു റോളും ഡിസിഷൻ മേക്കിങ്ങിൽ ഇല്ല. ഓക്കെ. ഈ തരത്തിലുള്ള ലീഡർഷിപ്പ് വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ ഒരു എൻവയോൺമെന്റിൽ. ഇല്ലാന്നൊന്നും പറയാൻ പറ്റില്ല, പല സ്ഥലങ്ങളിൽ നമുക്ക് നേരിട്ട് തന്നെ അനുഭവം ഉണ്ട്. ഈ ഡിക്റ്ററ്റോറിയൽ ടൈപ്പ് ലീഡർഷിപ്പ് എടുക്കുന്ന പല സ്ഥലങ്ങളുണ്ട്. പക്ഷെ എന്നാലും ഇത് പൊതുവെ ഒരു വലിയ ഓർഗനൈസേഷൻസിലൊന്നും ഇത്തരത്തിൽ ഡിക്റ്ററ്റോറിയൽ ലീഡർഷിപ്പ് നടത്താൻ സാധ്യതയില്ല. മാത്രമല്ല അവിടുത്തെ എംപ്ലോയീസിന് എന്താ വെച്ച് കഴിഞ്ഞാൽ വളരെ ലോ മൊറയിലായിരിക്കും.
അതുപോലെ തന്നെ വളരെ ലോ പ്രൊഡക്ടിവിറ്റി ആയിരിക്കും. അവർ പണി എങ്ങനെ ഒഴിവാക്കാൻ പറ്റുമോ അതുപോലെ ഒഴിവാക്കും. അതേപോലെ തന്നെ ഒരു സത്യസന്ധത അവർക്കില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ രീതിയിലുള്ള അടിച്ചമർത്തിയിട്ടുള്ള ഒരു ലീഡർഷിപ്പാണ് ഡിക്റ്ററ്റോറിയൽ എന്ന് പറഞ്ഞത്. പാർട്ടിസിപ്പേറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലും മീൻസ് ഡിസിഷൻ എടുക്കാനും മറ്റു കാര്യങ്ങൾക്കും എംപ്ലോയീസിനെ കൂടി ഇൻവോൾവ് ചെയ്യിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതിൽ കുറച്ചും കൂടിയൊക്കെ ലീഡറിന്റെ എന്താ പറയാ ടീം സ്പിരിറ്റ് ഉണ്ടാക്കാനും നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കാനൊക്കെ ഈ പാർട്ടിസിപ്പേറ്ററി ടൈപ്പ് ഗുണം ചെയ്യും. ഡെവലപ്മെന്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വായിച്ചോക്കാം. അണ്ടർ this typology that leader feels that it is his or her duty to develop people. Leader consider subordinate to have vast potentialities and for improvement, and thus the focus of this leader laid on promoting the subordinates to highest performance. ഒരു ഹയസ്റ്റ് പെർഫോമൻസിലേക്ക് ലീഡ് ചെയ്യുന്ന, അതുപോലെ തന്നെ വലിയ ഒരു പൊട്ടൻഷ്യൽ മറ്റുള്ള സബോർഡിനേറ്റ്സിന്റെ പൊട്ടൻഷ്യൽസ് പരമാവധി എന്താ പറയാ റിവീൽ ചെയ്യുന്ന തരത്തിലുള്ള ഒരു ലീഡർഷിപ്പ് ടൈപ്പാണ് ഡെവലപ്മെന്റൽ ടൈപ്പ്. അടുത്തത് ബ്യൂറോക്രാറ്റിക് ടൈപ്പാണ്. ബ്യൂറോക്രസിനെ കുറിച്ചും മാക്സ് വെബറിനെ കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. Under this type of leadership, a leader is bound to strict rules and regulations, and they expect their employees to follow procedure in a prompt manner. അതായത് ഒരു യാതൊരു തരത്തിലുള്ള എംപ്ലോയി ഓറിയന്റേഷനോ അല്ലെങ്കിൽ ടാസ്ക് ഓറിയന്റേഷനോ ഇതിൽ കാണാൻ പറ്റില്ല. മറിച്ച് റൂള് റെഗുലേഷൻസ് വളരെ കൃത്യമായിട്ട്, പ്രൊസീജിയർ വളരെ കൃത്യമായിട്ട് ഫോളോ ചെയ്യാനാണ് ഈ ബ്യൂറോക്രാറ്റിക് സ്റ്റൈൽസ് പറയുന്നത്. ഓക്കെ, ഇത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഒരു റൂട്ടീൻ ടാസ്ക് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ ഇത് ഓക്കെയാണ്. പക്ഷെ വളരെ ക്രിയേറ്റിവിറ്റി ആവശ്യമായിട്ടുള്ള, വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ടാസ്ക് ഉള്ള ഒരു ഓർഗനൈസേഷനിൽ ഇത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ടൈപ്പ് ലീഡർഷിപ്പ് അല്ല. ഓക്കെ, അടുത്തത് മാനിപ്പുലേറ്റീവ് ടൈപ്പ്. മാനിപ്പുലേഷന്റെ ഒരു കാര്യം നമ്മൾ മുന്നേ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ മാനിപ്പുലേറ്റീവ് ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം ഓർഗനൈസേഷന്റെ ഗോൾസ് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പേഴ്സണൽ ഗോൾസ് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ലീഡർ എംപ്ലോയീസിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഇത്. ഇതൊരു സസ്റ്റൈനബിൾ മോഡലല്ല. ഒരു തവണ 2 തവണയൊക്കെ ഇങ്ങനെ ജനങ്ങളെ എംപ്ലോയീസിനെ പറ്റിക്കാൻ പറ്റും. പക്ഷെ ഇത് സസ്റ്റൈൻ ആയിട്ട് നിൽക്കില്ല. എവിടെയെങ്കിലും ഇതിന് ഒരു ഡ്രോബാക്ക് ഉണ്ടാവും. ഓക്കെ, എക്സ്പെർട്ട് ടൈപ്പ് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഈ എക്സ്പെർട്ട് ടൈപ്പ് ലീഡർഷിപ്പിൽ വരുന്ന പുതിയൊരു എന്താ പറയുക, നമ്മളൊരു എൻവയൺമെന്റിൽ എമർജ് ചെയ്തിട്ടുള്ളത് ഓരോ കാര്യങ്ങളും വളരെ ഹൈലി സ്പെസിഫിക് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഒരു ഓർഗനൈസേഷന്റെ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ജോലി ചെയ്യാൻ വളരെ എക്സ്പെർട്ട് ആയിട്ടുള്ള ആൾക്കാർ വേണം. ഓക്കെ, ആ എക്സ്പെർട്ട് ആയിട്ടുള്ള ആൾക്കാർ അവർ പറയുന്ന ആ ഒരു നോളജ്, അവരുടെ എബിലിറ്റി വെച്ച് അവരൊരു ലീഡറാണ്. കാരണം അവർ പറയുന്നത് മറ്റുള്ള ആൾക്കാർ കേൾക്കേണ്ടി വരുന്ന അത്രയും എക്സ്പെർട്ട് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും ഇവര്. ഓക്കെ, അടുത്തതാണ് കരിസ്മാറ്റിക് ടൈപ്പ്. ഈ കരിസ്മാറ്റിക് ടൈപ്പും ഇൻട്രൊഡ്യൂസ് ചെയ്തത് മാക്സ് വെബർ ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല ലീഡർഷിപ്പ് ടൈപ്പില് ബ്യൂറോക്രാറ്റിക് ടൈപ്പ്, അതുപോലെ കരിസ്മാറ്റിക് ടൈപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഒന്ന് റൂൾ ഓറിയന്റഡ് ആയിട്ടതും മറ്റത് ഒരു പേഴ്സണൽ കരിസ്മയില് എങ്ങനെയാണ് വരുന്നതെന്ന്. അപ്പൊ ഇത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കരിസ്മ ഉണ്ടാകുന്നത് സാധാരണ ഒരു ഓർഡിനറി പേഴ്സൺ അല്ല. ഈ കരിസ്മയുള്ള ആൾക്കാർ അവർ വളരെ സൂപ്പർ നാച്ചുറൽ ആണ്, സൂപ്പർ ഹ്യൂമൻ ആണ്, എക്സെപ്ഷണൽ പവേഴ്സ് ഓർ ക്വാളിറ്റീസ് ഉണ്ടായിരിക്കും ഈ പറഞ്ഞ കരിസ്മാറ്റിക് ലീഡേഴ്സിന്. ഓക്കെ, അതില് പല തരത്തിലുള്ള കരിസ്മാറ്റിക് ലീഡർഷിപ്പ് പറയുന്നുണ്ട്. ജസ്റ്റ് നമുക്കൊന്ന് നോക്കി പോവാൻ എന്തൊക്കെയാണെന്നുള്ളത്. ഒന്ന് സോഷ്യലൈസ്ഡ് കരിസ്മാറ്റിക്സ്. ഈ സോഷ്യലൈസ്ഡ് കരിസ്മാറ്റിക്സിൽ ഈ ലീഡർ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു സോഷ്യൽ ബെനിഫിറ്റിന് മാത്രമാണ് അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഉപയോഗിക്കുന്നത്. ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ മറ്റുള്ള ആൾക്കാരെ നയിക്കാനും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്യുമല്ലോ, അപ്പൊ ഒരു പ്രേരിപ്പിക്കാനും സാധിക്കും. അപ്പൊ അത്തരത്തിലുള്ള ഒരു പവർ, ലീഡർഷിപ്പ് പവർ ഇവർ സോഷ്യൽ ബെനിഫിറ്റിന് മാത്രം, ഒരു ഗ്രൂപ്പിന്റെ വലിയൊരു ബെനിഫിറ്റിന് മാത്രം ഉപയോഗിക്കുന്ന ഒരു കരിസ്മാറ്റിക് പേഴ്സണെ സോഷ്യലൈസ്ഡ് കരിസ്മാറ്റിക്സ് എന്ന് പറയും.
അടുത്തത് പേഴ്സണലൈസ്ഡ് കരിസ്മാറ്റിക്സ് ഉണ്ട്. ഇതെന്താ വെച്ചാൽ ഇവരുടെ യൂസ് ഇവർ സ്വന്തം ബെനിഫിറ്റിന് വേണ്ടി മാത്രം ഇത്തരത്തിലുള്ള കരിസ്മാറ്റിക് അവരുടെ പവർ ഉപയോഗിക്കും. ഓക്കെ, പേഴ്സണൽ ഗെയിനിന് വേണ്ടിയിട്ട്. ഓക്കെ, ഇവർക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും സ്വന്തം കാര്യങ്ങൾ നടക്കാൻ വേണ്ടി മാത്രമാണ് ഇത്തരത്തിലുള്ള പവർ ഇവർ ഉപയോഗിക്കുന്നത്. ഓക്കെ, ആക്ച്വലി ഇത്തരത്തിലുള്ള ആൾക്കാരുടെ ഫോളോവേഴ്സ് വളരെ ഒബീഡിയന്റ് ആയിരിക്കും, സബ്മിസീവ് ആയിരിക്കും, വളരെ ഡിപ്പെൻഡന്റ് ആയിട്ടിരിക്കും. അത്തരത്തിലുള്ള ആൾക്കാരാണ് ഇത്തരത്തിലുള്ള പേഴ്സണൽ മറ്റുള്ളവർക്ക് അറിയാൻ പറ്റുമല്ലോ ഇത് ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് നിരസിക്കാനുള്ള കഴിവുണ്ടായിരിക്കും. പക്ഷെ ഈ പേഴ്സണലൈസ്ഡ് കരിസ്മാറ്റിക്സ് ഫോളോ ചെയ്യുന്ന ആൾക്കാർ ഒബീഡിയന്റ് ആയിരിക്കും, സബ്മിസീവ് ആയിരിക്കും, ഡിപ്പെൻഡന്റ് ആയിരിക്കും. അടുത്തത് ഓഫീസ് ഹോൾഡർ കരിസ്മാറ്റിക്സ്. ഓഫീസ് ഹോൾഡർ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഡെസിഗ്നേഷന്റെ പവർ കൊണ്ട് അവർക്ക് ഒരു കരിസ്മാറ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും. ഓക്കെ, അപ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഓഫീസാണ് അയാൾക്ക് പവർ കൊടുക്കുന്നത്. ഓക്കെ, എന്തെങ്കിലും ഒരു കീ പൊസിഷനിൽ ഇരിക്കുക, ഒരു വളരെ പ്രധാനപ്പെട്ട പവർ പൊസിഷനിലിരിക്കുന്ന ആൾക്കാർക്ക് അവർക്കൊരു ലീഡർ പവർ ഉണ്ടായിരിക്കുമല്ലോ, ആ പവറിനാണ് ഓഫീസ് ഹോൾഡർ കരിസ്മാറ്റിക്സ് എന്ന് പറയുന്നത്. അടുത്തത് പേഴ്സണൽ കരിസ്മാറ്റിക്സ്. നേരത്തെ പറഞ്ഞത് പേഴ്സണലൈസ്ഡ് കരിസ്മാറ്റിക്സും ഇത് പേഴ്സണൽ കരിസ്മാറ്റിക്സ് ആണ്. പേഴ്സണൽ കരിസ്മാറ്റിക്സ് പറഞ്ഞാൽ എ ലീഡർ വിത്ത് ദിസ് ക്വാളിറ്റി ഓഫൺ വെരി ഹൈ എസ്റ്റീം ത്രൂ ദ എക്സ്റ്റെൻഡ് വിച്ച് അതേഴ്സ് ഹാവ് ഫെയ്ത്ത് ഇൻ ദം ആസ് പീപ്പിൾ. അതായത് മറ്റ് വ്യക്തികളെ അവളോട് ഭയങ്കര എന്താ പറയാ, അവരിൽ ഭയങ്കര വിശ്വാസം. ഓക്കെ, ഇറസ്പെക്റ്റീവ് ഓഫ് ഹൈ ഓർ ലോ സ്റ്റാറ്റസ് ഹെൽഡ് ബൈ ദി സ്റ്റേറ്റ് ലീഡർ, ദ പേഴ്സണൽ കരിസ്മാറ്റിക്സ് ആർ ഏബിൾ ടു ഇൻഫ്ലുവൻസ് ദ ഫോളോവേഴ്സ് ത്രൂ ദെയർ റൈറ്റ് ട്രൈറ്റ്സ്, ബിഹേവിയർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ്. ഇവരുടേതായിട്ടുള്ള വളരെ ട്രൈറ്റ്സ്, ബിഹേവിയർ, ക്യാരക്ടറിസ്റ്റിക്സ് കൊണ്ട് ആൾക്കാരെ ഫോളോ ചെയ്യും. ഓക്കെ, വളരെയധികം മറ്റുള്ള ആൾക്കാർ വളരെയധികം ബഹുമാനിക്കുന്ന വ്യക്തിയാണ്. ഓക്കെ, ആ രീതിയിൽ ഒരു പേഴ്സണൽ കരിസ്മ ഫോളോ ചെയ്യുന്ന ആളാണ്. ഓക്കെ, അടുത്ത ഡിവൈൻ കരിസ്മാറ്റിക്സ്. ഇത് ഹിസ്റ്റോറിക്കലി ഇമ്പോർട്ടൻറ്റ് ടൈപ്പ് ഓഫ് കരിസ്മാറ്റിക് ലീഡർഷിപ്പ് ഇസ് ദാറ്റ് ഓഫ് ഡിവൈൻ കരിസ്മാറ്റിക്. സച്ച് ലീഡർ ടെൻഡ് ടു ഹാവ് ഡിവൈൻ ഗ്രേസ് ആൻഡ് ദേ ആർ കൺസിഡേർഡ് മാഗ്നറ്റിക് സേവിയർ ഹു വുഡ് അറൈസ് ടു ലീഡ് പീപ്പിൾ ത്രൂ എ ക്രൈസിസ്. ഇതാണ് ഇതിൽ പറയുന്നത്. മീൻസ് ഒരു എന്താ പറയുക, ഒരു ഡിവൈൻ ഗ്രേസ് ഉള്ള വ്യക്തികളായിരിക്കും എന്നൊക്കെ. ഇനി നമ്മൾ ഇത് ലീഡർഷിപ്സ് ആണ്. ടൈപ്സ് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുണ്ടോ? നമ്മൾ ലീഡർഷിപ്പ് സ്റ്റൈൽസിലേക്ക് പോയാലോ? ഓക്കെ, ഇതില് ലീഡർഷിപ്പ് സ്റ്റൈൽസ് ഒരുപാട് ലീഡർഷിപ്പ് സ്റ്റൈൽസ് ഇതിൽ പറയുന്നുണ്ട്. അത് കുറച്ചൊക്കെ നമ്മൾ മുന്നേ പഠിച്ചതാണ്. ഓക്കെ, കുറച്ച് നമ്മളിപ്പോൾ പഠിക്കും. കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഓരോന്നും എടുത്തെടുത്ത് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിന്റെ ടേബിൾ ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പേര് ചോദിച്ചാലൊക്കെ കിട്ടാവുന്ന രീതിയിൽ നിങ്ങൾ ഈ ടേബിൾ നോക്കി പോകണം. ബാക്കി കുറച്ച് ഞാൻ ഇതിൽ എടുക്കുന്നുണ്ട്. അത് ഈവൻ ഇഗ്നോയിലെ ടെക്സ്റ്റിൽ വരെ അവർ പറയുന്നത് സെയിം കാര്യമാണ് പറയുന്നത്. എല്ലാ ലീഡർഷിപ്പും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അത് ഞാനിതിൽ കൊടുത്തിട്ടുണ്ട് ഈ സ്ലൈഡ്സിൽ. ഓക്കെ, അപ്പൊ ഫസ്റ്റത്തെ കുർട്ട് ലെവിൻ. ഈ കുർട്ട് ലെവിനെ നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട് ചേഞ്ച് തിയറിയിൽ. ഇദ്ദേഹത്തിന്റെ ഒരു തിയറി ഉണ്ട്, 3 ഫ്രീസ്, അൺഫ്രീസ്, ചേഞ്ച്, റീഫ്രീസ് എന്ന് പറഞ്ഞ ഒരു തിയറി കുർട്ടിന്റെയാണ്. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ആണ് വളരെ ഫേമസ് ആയിട്ടുള്ള 3 ലീഡർഷിപ്പ് സ്റ്റൈൽസ്: അതോറിറ്റേറിയൻ, ഡെമോക്രാറ്റിക്, ലെസർ ഫെയർ. ഇതാണ് നമ്മുടെ എവിടെ ഏതൊരു ജനറൽ ഡിസ്കഷനിൽ ആരും ലീഡർഷിപ്പ് സ്റ്റൈൽസിനെ പറയുന്നത് ഈ 3 അപ്പൊ എവിടെയാണ് നമുക്ക് കേൾക്കാം അത് ഒരു അയാൾ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് ആണെങ്കിൽ ലെസർ ഫെയർ ടൈപ്പാണ്. ഓക്കെ, 3 ടൈപ്പ് നമ്മൾ എല്ലായിടത്തും കേൾക്കുന്നതാണ്. പിന്നെ അടുത്തത് 4 സിസ്റ്റംസ് ഓഫ് മാനേജ്മെന്റ്. പിന്നെ ഫ്രാൻസിസ് ലിക്കർട്ടിന്റെ എക്സ്പ്ലോയിറ്റേറ്റീവ്, അതോറിറ്റേറ്റീവ്, കൺസൾട്ടേറ്റീവ്, പാർട്ടിസിപ്പേറ്റീവ്. അതിനുശേഷം പിന്നെ അടുത്തത് നമ്മൾ ലീഡർഷിപ്പ് തിയറീസിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. റോബർട്ട് ബ്ലേക്ക് ആൻഡ് മൗണ്ടന്റെ ഇംപ്രൂവ്ഡ് കൺട്രി ക്ലബ്, ടാസ്ക്, മിഡിൽ ലോഡ് ടീം, മാനേജീരിയൽ ഗ്രിഡ് നമ്മൾ കഴിഞ്ഞ
ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സെയിം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനത് വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, നമുക്ക് നോക്കി വെക്കാം ബാക്കിയുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ലീഡർഷിപ്പ് സ്റ്റൈൽസ് നോക്കി വെക്കാം. ഫസ്റ്റ് തന്നെ ഈ ക്വിറ്റ് ഈ ഓട്ടോക്രാറ്റിക്, ഡെമോക്രാറ്റിക്, ലെസഫയർ ഓപ്ഷൻസ് നോക്കി വെക്കാം. ഓട്ടോക്രാറ്റിക് സ്റ്റൈൽസ് ഓഫ് എ ലീഡർഷിപ്പ് ഈസ് ഓൾസോ നോൺ ആസ് അതോറിറ്റേറ്റീവ് style or directive style of leadership, in which the autocratic leader retains most of the authority for himself. An autocratic leader gives orders to the subordinates and expects that subordinates should give complete obedience the orders issued. In this type, decisions are taken by the leader without consulting others. ഡിസിഷൻസ് എടുക്കുന്നത് മറ്റുള്ളവരെ കൺസൾട്ട് ചെയ്യാതെയാണ്. എന്തെങ്കിലും ഒരു ഓർഡർ കൊടുത്തു അത് കൃത്യമായിട്ട് തന്നെ ഫോളോ ചെയ്യണമെന്നാണ് ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പിന്റെ എക്സ്പെക്ടേഷൻ. അതുപോലെ തന്നെ ഒരു ഡിറക്റ്റീവ് സ്റ്റൈലാണ്. എല്ലാ കാര്യങ്ങളും ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് കൃത്യമായിട്ട് ഡിറക്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റൈലാണ്. ഡെമോക്രാറ്റിക് സ്റ്റൈലിൽ എങ്ങനെയാണ്? ഡെമോക്രാറ്റിക് സ്റ്റൈലിൽ വേറെ വ്യത്യസ്തമാണ്. അത് എന്ത് ഡിസിഷനും ഒരു പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരിക്കും. ഇതിന് പാർട്ടിസിപ്പേറ്റീവ് സ്റ്റൈൽ ഓഫ് ലീഡർഷിപ്പ് എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇതിലെന്താ വെച്ചാൽ ഈ കൺസെൻസസ് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തെങ്കിലും ഒരു ടാസ്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പുതിയൊരു പ്ലാൻ കൊണ്ടുവരുമ്പോൾ ആ പ്ലാൻ എല്ലാവരും അഗ്രി ചെയ്യേണ്ടത് ഈ ഡെമോക്രാറ്റിക് സ്റ്റൈലിന്റെ ഒരു പ്രത്യേകതയാണ്. അത് മുഴുവൻ പേരായിരിക്കാം, അല്ലെങ്കിൽ മെജോറിറ്റി ഓഫ് എംപ്ലോയീസ് ആയിരിക്കാം. എന്നാലും ഒരു കൺസൾട്ടേറ്റീവ് ടൈപ്പാണ്. വളരെ പ്രധാനപ്പെട്ട ഇവരുടെ ഓരോ എംപ്ലോയീസിന്റെയും അഭിപ്രായം വളരെ പ്രധാനപ്പെട്ടതാണ് ഡെമോക്രാറ്റിക് സ്റ്റൈൽസിൽ. ഓക്കെ, അതുപോലെ തന്നെ ലെസഫയർ സ്റ്റൈൽ. ഈ ലെസഫയർ സ്റ്റൈലിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ ഹാൻഡ് കൊടുക്കാണ് സബോർഡിനേറ്റ്സിന്. അവർക്ക് ഇഷ്ടമുള്ള പോലെ ഡിസിഷൻ എടുക്കാം, കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, എവിടെയെങ്കിലും ലീഡർഷിപ്പിനെ അവർക്ക് എന്തെങ്കിലും ഒരു എക്സെപ്ഷനിൽ വന്ന് ഇന്റർഫെയർ ചെയ്യുകയാണോ, അല്ലെങ്കിൽ ഈവൻ എംപ്ലോയീസ് തന്നെ ചെന്ന് ലീഡേഴ്സിനെ അപ്രോച്ച് ചെയ്തിട്ട് ആ സമയത്ത് മാത്രമാണ് ഇവർ ഇത്തരത്തിലുള്ള എന്താ പറയുക ഒരു സപ്പോർട്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഒരു ഡയറക്ഷൻ കൊടുക്കുന്നത്. അതല്ലാത്ത സമയത്ത് കംപ്ലീറ്റ് ഫ്രീഡം ആണ്. ഓക്കെ, ഇപ്പൊ നമുക്കൊരു എന്താ പറയുക ഒരു ഫുട്ബോൾ മാച്ച്, ഇതിലൊക്കെ നമുക്ക് ആ പ്ലെയേഴ്സിന്റെ ഇതാണല്ലേ, എന്തെങ്കിലും അവർ ചോദിക്കുമ്പോൾ അല്ലാതെ ഒരു ക്യാപ്റ്റനോ അല്ലെങ്കിൽ ക്യാപ്റ്റന് അതിലൊക്കെ കുറച്ചും കൂടിയൊക്കെ എന്താ പറയാ ഡെമോക്രാറ്റിക് ഓട്ടോക്രാറ്റിക് സ്റ്റൈൽസ് ഉണ്ട്. എന്നാലും ചില സ്ഥലങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള ലെസഫയർ സ്റ്റൈൽസ് നമുക്ക് കാണാൻ പറ്റും. ലീഡർക്ക് പ്രത്യേകിച്ച് റോൾ അതിൽ ഇല്ല. ഓക്കെ, അടുത്ത ആളാണ് റെൻസിസ് ലിക്കർട്ട്. ലിക്കർട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ഈ മാനേജ്മെന്റിന്റെ കാര്യത്തിൽ. നമ്മൾ ഇദ്ദേഹത്തിനെ പഠിച്ചിട്ടില്ല. മാനേജ്മെന്റിൽ കുറച്ചൊക്കെ പ്രിൻസിപ്പിൾസ് കോൺട്രിബ്യൂഷൻ പഠിക്കും, അതല്ലാതെ കാര്യമായിട്ട് നമ്മളിതിൽ ഇൻവോൾവ് ചെയ്യുന്നില്ല. ഇദ്ദേഹത്തിന്റെ ഒരു തിയറിയാണ് എക്സ്പ്ലോയിറ്റേറ്റീവ്, ബെനവലന്റ്, കൺസൾട്ടേറ്റീവ്, പാർട്ടിസിപ്പേറ്റീവ് മോഡൽ. ഇത് നമുക്ക് നോക്കാം ഈ സ്റ്റൈലിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. എക്സ്പ്ലോയിറ്റേറ്റീവ് അതോറിറ്റേറ്റീവ് എന്ന് പറഞ്ഞൊരു മോഡലുണ്ട്. ഇതിൽ ഇൻ ദിസ് സ്റ്റൈൽ rather than engaging people in decision making, the leader gives directions to people. Leader shows low concern for people but high concern for a task and adopt threat fear based methods to achieve the results. ഫസ്റ്റ് എന്താണ്, ഡിസിഷൻ മേക്കിങ്ങിൽ യാതൊരു എൻഗേജ്മെന്റും എംപ്ലോയീസിനും സബോർഡിനേറ്റ്സിനും ഇല്ല. ലോ കൺസേൺസ് ഫോർ പീപ്പിൾ, ഒരു പീപ്പിൾ ഓറിയന്റഡ് അല്ല, പ്യുവർലി ടാസ്ക് ഓറിയന്റഡ് ആണ്. ഓക്കെ, അതേപോലെ തന്നെ എങ്ങനെയാണ് വർക്കേഴ്സിനെ അല്ലെങ്കിൽ സബോർഡിനേറ്റ്സിനെ വർക്ക് ചെയ്യിക്കുന്നത്, ഒരു ഭീഷണി, അതേപോലെ തന്നെ ഫിയർ ബേസ്ഡ് മെത്തേഡ്സ് ഉപയോഗിച്ചിട്ടാണ് ഇവർ യൂസ് ചെയ്യുന്നത്. ഇതാണ് എക്സ്പ്ലോയിറ്റേറ്റീവ് അതോറിറ്റേറ്റീവ് എന്ന് പറയുന്നത്. അടുത്തത് ബെനവലന്റ് അതോറിറ്റേറ്റീവ്. ഓക്കെ, ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നോക്കാം. ദിസ് സ്റ്റൈൽസ് ഈസ് ഓൾസോ നോൺ ആസ് ബെനവലന്റ് ഡിക്റ്റേറ്റർഷിപ്പ്, വെയറിൻ അതോറിറ്റേറ്റീവ് ലീഡർ ഓൾസോ പ്ലേസസ് കൺസേൺസ് ഫോർ പീപ്പിൾ. ആസ് പെർ ദിസ് സ്റ്റൈൽ, through the leader allows employees to participate in decision making. Major decisions are taken by the leaders only. ഓക്കെ, അപ്പൊ ഇതില് നേരത്തെ എക്സ്പ്ലോയിറ്റേറ്റീവ് അതോറിറ്റേറ്റീവിന് പകരം ഇതില് ആക്ച്വലി ലീഡേഴ്സ് എന്താ ചെയ്യുന്നത്, വർക്കേഴ്സിനെ
പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കുന്നുണ്ട് ഡിസിഷൻ മേക്കിങ്ങിൽ. എന്നാൽ മേജർ ഡിസിഷൻസ് ആരെടുക്കും? ഒറ്റയ്ക്ക് എടുക്കും. ഓക്കെ, ഇയാൾ ലീഡർ ഒറ്റയ്ക്ക് എടുക്കും. അതേപോലെ തന്നെ ഇതിൽ നേരത്തെ എക്സ്പ്ലോയിറ്റേറ്റീവ് അതോറിറ്റേറ്റീവിൽ ലോ കൺസേൺസ് ഓഫ് പീപ്പിൾ ആയിരുന്നു, ഹൈ കൺസേൺ ഓഫ് ടാസ്കും. എന്നാൽ ബെനവലന്റ് അതോറിറ്റീസിൽ ഹൈ കൺസേൺസ് ഓഫ് പീപ്പിൾ ആസ് വെൽ ആസ് ടാസ്ക് ആണ്. രണ്ടിനും ഒരേ തരത്തിൽ ഹൈ കൺസേൺ കാണിക്കുന്നുണ്ട്. ഓക്കെ, അടുത്തത് കൺസൾട്ടേറ്റീവ് സ്റ്റൈൽ. ആസ് പെർ ദിസ് സ്റ്റൈൽ ലീഡർ കൺസൾട്ട്സ് വിത്ത് ദ പീപ്പിൾ എംപ്ലോയീസ് ഇൻ മേക്കിംഗ് ഡിസിഷൻ. ദ ലീഡർ ഷോസ് ജെന്യുവൻ ഇൻട്രസ്റ്റ് ഓൺ ദ ഐഡിയാസ് ഷെയർഡ് ബൈ ദ സബോർഡിനേറ്റ്സ് അണ്ടർ ദി സ്റ്റൈൽസ് ഓഫ് ലീഡർഷിപ്പ്, ബട്ട് സ്റ്റിൽ സെൻട്രൽ ഡിസിഷൻസ് മേക്കിംഗ് അതോറിറ്റി ലൈസ് ഓൺലി വിത്ത് ദ ലീഡർ. ഓക്കെ, കൺസൾട്ടേറ്റീവ് ആൻഡ് പാർട്ടിസിപ്പേറ്റീവിന്റെ വ്യത്യാസം നമുക്ക് നോക്കാം. കൺസൾട്ടേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഡർ വരും, എന്നിട്ട് നിങ്ങളോട് ചോദിക്കും, എല്ലാ ആശയങ്ങളും നിങ്ങളുടെ നിന്ന് ജെന്യുവൻ ആയിട്ട് ചോദിക്കും, നിങ്ങൾ അഭിപ്രായം പറയും. പക്ഷെ അതിൽ യാതൊരുവിധ ഗ്യാരണ്ടി ഇല്ല നിങ്ങൾ പറഞ്ഞ ഒരു അഭിപ്രായം മുഖവിലേക്ക് എടുത്തുന്ന്. അത് കൺസൾട്ടേറ്റീവില് കൺസൾട്ട് ചെയ്യും, പക്ഷേ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഡിസിഷൻ അതോറിറ്റി ലീഡർ തന്നെയായിരിക്കും. ലീഡർ അവസാനം തീരുമാനിക്കുന്ന ഡിസിഷൻ ആണ് എടുക്കാം. എന്നാൽ പാർട്ടിസിപ്പേഷനിൽ ഓക്കെ കംപ്ലീറ്റ് പാർട്ടിസിപ്പേഷൻ ഓഫ് ദിസ് ഗ്രൂപ്പ് മെമ്പേഴ്സ് ഇസ് അവൈലബിൾ. മീൻസ് അതായത് പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരിക്കും ലീഡർ ഡിസിഷൻ മേക്കിങ്ങിലായാലും മറ്റ് ഉള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നതിലായാലും. ലീഡർ മാത്രമല്ല, മറ്റ് ഗ്രൂപ്പ് മെമ്പേഴ്സും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ഓക്കെ, അടുത്തത് പാത്ത് ഗോൾ തിയറി ഓഫ് റോബർട്ട് ഹൗസ് നോക്കാം. ഇതിൽ കുറേയൊക്കെ ഈ ഡയറക്റ്റീവ് സ്റ്റൈൽസ് വരുന്നുണ്ട്, പിന്നെ പാർട്ടിസിപ്പേറ്റീവ്സ് വരുന്നുണ്ട്, ഡെമോക്രാറ്റിക് സ്റ്റൈൽസ് വരുന്നുണ്ട്, ഓട്ടോക്രാറ്റിക് സ്റ്റൈൽസ് വരുന്നുണ്ട്. നിങ്ങളിത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് വായിച്ചു നോക്കട്ടോ. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഇത് ഏകദേശം നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഇങ്ങനത്തെ എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ് ലീഡർഷിപ്പ് സ്റ്റൈൽസിൽ. ഈ ഡയറക്റ്റീവ്, സപ്പോർട്ടീവ്, പാർട്ടിസിപ്പേറ്റീവ് ഇതൊക്കെ എല്ലാതും കൂടി വായിച്ച് കൺഫ്യൂഷൻ ആവരുത്. ഓൾമോസ്റ്റ് എല്ലാവരും പറയുന്നത് ഒരേ രീതിയിൽ തന്നെയാണ്. ചെറിയ ചെറിയ ട്രിക്കി ആയിട്ടുള്ള ചെറിയ വ്യത്യാസങ്ങളുണ്ട്, അതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, നമുക്ക് നോക്കാം ഡിറക്റ്റീവ് സ്റ്റൈൽ. ഡിറക്റ്റീവ് ലീഡർ ക്ലാരിഫൈസ് ദ ഫോളോവേഴ്സ് ഓഫ് ദ റോൾ ഓഫ് എക്സ്പെക്റ്റഡ് ഓഫ് ദം, schedules the works to be done, and gives the needed direction or guidance as to how to accomplish tasks. The leader emphasizes on formal activities such as planning, organizing, controlling. This style is suitable when the task is unclear to the employees. അപ്പോൾ ചില സമയത്ത് ഏത് സിറ്റുവേഷനിൽ ഏത് ലീഡർഷിപ്പ് എന്നുള്ളതാണ്. ഇതിപ്പോൾ ഒരു ടാസ്ക് വളരെ നോട്ട് വെരി ക്ലിയർ, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാകുമ്പോൾ എന്ത് ചെയ്യണം? അപ്പം എന്തൊക്കെയാണ് ഒരു ഫോളോവറിൻ്റെ റോള് എന്നുള്ളത് ഡിഫൈൻ ചെയ്യുക. അതുപോലെ അവരുടെ വർക്ക് സ്കെഡ്യൂൾ ചെയ്യുക. അതുപോലെ തന്നെ വേണ്ടത്ര ഡയറക്ഷനും ഗൈഡൻസും കൊടുക്കുക. ഓക്കെ, അത് വളരെ ഫോർമൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണത്. അയാൾ തന്നെ ലീഡർ പ്ലാൻ ചെയ്യും, ഓർഗനൈസ് ചെയ്യും, അതിനുശേഷം അത് കൺട്രോൾ ചെയ്യും. ഇത്തരത്തിലുള്ള ഒരു ലീഡർഷിപ്പ് സ്റ്റൈലിനാണ് ഡിഡക്റ്റീവ് സ്റ്റൈൽസ് എന്ന് പറയും. അടുത്തത് സപ്പോർട്ടീവ് സ്റ്റൈൽ. ഇനി അതിന്റെ വ്യത്യാസം നോക്കിയൊക്കെ എങ്ങനെയാണ് സപ്പോർട്ടീവ്. ഇതിൽ നമുക്ക് സപ്പോർട്ടീവ് സ്റ്റൈൽസ് വരുന്നുണ്ട്, പാർട്ടിസിപ്പേറ്റ് സ്റ്റൈൽ വരുന്നുണ്ട്. രണ്ടും ഓൾമോസ്റ്റ് സിമിലർ ആയിരിക്കും, പക്ഷെ അതിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടാകും. അത് നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, സപ്പോർട്ടീവ് ലീഡർ ബിഹേവ്സ് ഇൻ എ ഫ്രണ്ട്ലി മാനർ വിത്ത് ദ ഫോളോവേഴ്സ്. The main concern of the leader is placed on these needs of the followers. Main concern of the leader is placed on the needs of the followers rather than the accomplishing task. Okay, ഇവിടെ കണ്ടല്ലോ, ഇത് ഇയാളൊരു ടാസ്ക് ഓറിയന്റഡ് അല്ല. ആരാണ് ഈ ഇതിൽ ഒരു പീപ്പിൾ ഓറിയന്റഡ് ആണ്. ഓക്കെ, അപ്പൊ ഡിറക്റ്റീവ് സ്റ്റൈൽസും സപ്പോർട്ടീവ് സ്റ്റൈലും വ്യത്യാസം വരുന്നത് എങ്ങനെയാണ്? മറ്റേത് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും അല്ലേ. ആളൊരു ടാസ്ക് ഓറിയന്റഡ് പേഴ്സൺ ആയിരിക്കും. ഇവൻ വളരെ കൃത്യമായിട്ട് ഡയറക്ഷൻ കൊടുക്കുന്നു, റോള് ഡിഫൈൻ ചെയ്യുന്നു, വർക്ക് സ്കെഡ്യൂൾ ചെയ്യുന്നു. ഇതൊക്കെ അയാൾ ചെയ്യുന്നു. അത് ഫോർമൽ ആക്ടിവിറ്റീസിൽ പോകുന്ന ആളാണ്. അപ്പോൾ ഒരു സ്ട്രെസ് എവിടെയാണ്? ഒരു ഫോർമാലിറ്റിക്കും ആണ് മെയിനായിട്ട് സ്ട്രെസ്. പ്ലാനിങ്, ഓർഗനൈസിങ്. ഓക്കെ, അപ്പോൾ ഒരു പീപ്പിൾ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് അതിന് കാണാൻ പറ്റുന്നില്ല. ഈ സപ്പോർട്ടിങ് സ്റ്റൈല് വരുമ്പോൾ അയാൾ പീപ്പിൾ ഫ്രണ്ട്ലി ആണ്. ഓക്കെ, ആൻഡ് മെയിൻ കൺസേൺ ഓഫ് ദ leader is placed on the needs of the follower. Okay, rather than accomplishing the task. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ഇയാളൊരു പീപ്പിൾ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ലീഡർഷിപ്പാണ് ഇതിൽ
put forward ചെയ്യുന്നത്. Okay, as per this style, leader lays attention well-being of the employees and creates an emotionally supportive climate. Supportive leadership style can be used at time when followers are not sure how to proceed. ഓക്കെ, അപ്പോൾ അവർക്ക് അറിയാം എന്താണ് ചെയ്യേണ്ടത്, പക്ഷെ എന്തെങ്കിലും കാരണവശാൽ ഇത് എങ്ങനെ തുടങ്ങണം, എങ്ങനെയാണ് ഇത് പ്രൊസീഡ് ചെയ്യേണ്ടത് എന്നറിയാത്ത ആൾക്കാരുടെ ഒരു സിറ്റുവേഷനിൽ ഈ സപ്പോർട്ടീവ് ലീഡർഷിപ്പ് തുടങ്ങും. മേ ബി കോൺഫിഡൻസ് ഇല്ലാത്ത ഒരു പ്രശ്നമായിരിക്കാം. ഓക്കെ, അപ്പോൾ കോൺഫിഡൻസ് ഇല്ലാത്ത ആൾക്ക് വളരെ ഡിറക്ഷൻ കൊടുക്കുന്നതും അവരെ സപ്പോർട്ട് ചെയ്യുന്നതും ഒക്കെ തമ്മിലുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, അടുത്തത് പാർട്ടിസിപ്പേറ്റീവ് സ്റ്റൈൽ. A participative leader involves the followers in the consultation process and also gets the suggestions or views of the followers before making a decision. This style of leadership is suitable for improving the morale of well-motivated employees who perform non-repetitive സ്കിൽസ്. ഈ നോൺ റിപ്പറ്റേറ്റീവ് സ്കിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാൻ പറ്റില്ല, ഒരു പ്രോഗ്രാംഡ് വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു വർക്കായിരിക്കും, ഒരു തവണ ചെയ്തതല്ല വീണ്ടും ചെയ്യുന്നത്. അപ്പോൾ വീണ്ടും അതിലുള്ള കുറെ കാര്യങ്ങൾ, അപ്പോൾ അവർക്കൊരു മൊറാലിറ്റി വേണം, അല്ലെങ്കിൽ അവർ എന്തെങ്കിലുമൊക്കെ ഒരു റീസൺ കൊടുക്കുകയും ഇൻഎഫിഷ്യൻ്റ് ആയിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ ഒരു ഹൈ മൊറയിൽ ഉണ്ടാവേണ്ടത് അവിടെ ആവശ്യമാണ്. അപ്പോൾ അതിൽ എന്താ ചെയ്യുന്നത്, ഒരു ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് വളരെ കൃത്യമായിട്ട് ഫോളോവേഴ്സിൻ്റെ നിന്ന് കൺസൾട്ടേഷൻ നടത്തി അവരുടെ സജഷൻസും അവരുടെ വ്യൂസും എടുത്തതിന് ശേഷം ഒരു എന്താ പറയുക തീരുമാനം എടുക്കുന്ന ഒരു ടൈപ്പാണ് പാർട്ടിസിപ്പേറ്റീവ് സ്റ്റൈൽ. അച്ചീവ്മെന്റ് ഓറിയന്റഡ് സ്റ്റൈൽ അടുത്ത് നോക്കാം. An achievement oriented leader set challenging goals for the followers and expect them to perform their highest level. The achievement-oriented leadership styles work well with achievement-oriented team members, also with those working ambiguous and non-repetitive tasks. ഇതിൽ ജസ്റ്റ് ഇത് ഒന്നും കൂടുതലായിട്ട് പറയുന്നില്ല, ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ഗോൾസ് കൊടുക്കാം, എന്നിട്ട് അവരിൽ നിന്ന് ആ ഒരു ഹൈ പെർഫോമൻസ് എക്സ്പെക്ട് ചെയ്യുന്നത്. എവിടെയാണ് ഇത് ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ളത് ആണ് പറയുന്നത്. ഒരു അച്ചീവ്മെന്റ് ഓറിയന്റഡ് ടീം മെമ്പേഴ്സ് ഉള്ളപ്പോൾ, അതുപോലെ തന്നെ വളരെ അംബിഗ്വസ് ആയിട്ടുള്ള നോൺ റിപ്പീറ്റേറ്റീവ് ടാസ്ക് കൊടുക്കുന്ന സ്ഥലങ്ങളിൽ ഈ അച്ചീവ്മെന്റ് ഓറിയന്റഡ് സ്റ്റൈൽസ് യൂസ് ചെയ്യാൻ പറ്റും. ഇതാണ് പാത്ത് ഗോൾ തിയറി. അടുത്തത് വില്യം റെഡിന്റെ 3 ഡയമെൻഷണൽ തിയറിയാണ്. അപ്പോൾ ഇതിൽ ഈ മറ്റുള്ള തിയറികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിൽ ഒരു വ്യത്യാസമുണ്ട്. അത് ഒന്ന് 2 തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത്. എപ്പോൾ ഒരു എഫക്റ്റീവ് ലീഡർ ആവും, എപ്പോൾ ഒരു ഇൻഎഫക്റ്റീവ് ലീഡർ ആവും. അപ്പോൾ എഫക്റ്റീവ് ലീഡർ ആവാൻ ഒരു 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇൻഎഫക്റ്റീവ് ലീഡർ ആവാൻ ഒരു 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് ഡെവലപ്പർ. ഫസ്റ്റ് ഡെവലപ്പർ എന്നാണ് പറയുന്നത്. ബേസ്ഡ് ഓൺ ദ സിറ്റുവേഷൻ ദാറ്റ് അറൈസസ്. ഇതല്ലാതെ സിറ്റുവേഷൻസിനെ പറയുന്നുണ്ട്. ഒരു പ്രത്യേക സിറ്റുവേഷനിൽ ഇത് ചെയ്യണം, ഒരു പ്രത്യേക സിറ്റുവേഷനിൽ ഒരു എന്താ പറയാ അൺവാണ്ടഡ് സ്റ്റൈല് യൂസ് ചെയ്യുമ്പോഴാണ് അയാൾ ഇൻഎഫക്റ്റീവ് ആവുന്നതെന്നാണ് ഇത് വില്യം റെഡിൻ പറയുന്നത്. Developer. Based on this, the situation that arises, the styles is preferred by leader wherein the combination of high relationship orientation and a low task orientation. Leaders as per this style are seen as having implicit trust in people as being primarily concerned with developing them as individuals. ഓക്കെ, ഒരു പ്രത്യേക സ്ഥലത്ത് എന്താ യൂസ് ചെയ്യുന്നത്, ഹൈ റിലേഷൻഷിപ്പ് ഓറിയന്റേഷൻ എടുക്കാണ്, ലോ ടാസ്ക് ഓറിയന്റേഷൻ. ഓക്കെ, ടാസ്ക് എത്രത്തോളം കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതിനേക്കാൾ കൂടുതൽ വ്യക്തികളെ റിലേഷൻഷിപ്പ് കൂടുതൽ ഫോക്കസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇംപ്ലിസിറ്റ് ആയിട്ട് ട്രസ്റ്റ് വേണ്ട സ്ഥലങ്ങളിൽ മറ്റ് വർക്ക് ചെയ്യുമ്പോൾ അവരുടെ ട്രസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള സ്ഥലങ്ങളിലാണ് ഇത്തരത്തിലുള്ള ഒരു ലീഡർഷിപ്പ് എടുക്കുന്നത്. അടുത്തത് എക്സിക്യൂട്ടീവ്. In this style, leader uses high task orientation and a high relationship orientation based on the situation. Leaders as per this style are seen as good motivators who sets high standards, who treats everyone somewhat differently and who prefers team management. Okay, അപ്പോൾ ഇതിൽ നേരത്തെ ഡെവലപ്പറിൽ അയാൾ ലോ ടാസ്ക് ഓറിയന്റേഷൻ ആയിരുന്നെങ്കിൽ എക്സിക്യൂട്ടീവിൽ എന്താ ചെയ്യുന്നത്, ഹൈ ടാസ്ക് ഓറിയന്റേഷൻ വിത്ത് ഹൈ റിലേഷൻഷിപ്പ് ഓറിയന്റേഷൻ, രണ്ടും ഹൈ ആണ് കൊടുക്കുന്നത്. ഓക്കെ, എംപ്ലോയീസിനെ ആ രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യും, വലിയ
വലിയ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇത് ഏതൊരു ആ ഒരു അത്തരത്തിലുള്ള ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിലാണ് ഇത് വർക്ക് ചെയ്യുക. ഓക്കെ, അടുത്തത് ബ്യൂറോക്രാറ്റ്. ആസ് പെർ ദിസ് സ്റ്റൈൽ ലീഡർ അഡോപ്റ്റ് ലോ ടാസ്ക് ഓറിയന്റേഷൻ ആൻഡ് ലോ റിലേഷൻഷിപ്പ് ഓറിയന്റേഷൻ ആൻഡ് ദ കൺസേൺ ഓഫ് ദ പീപ്പിൾ concern of the leader is basically to follow the rules and procedures and thus maintain a control a particular situation which help rules and procedures. ഓക്കെ, ഒരു പ്രത്യേക സിറ്റുവേഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അയാൾക്ക് ടാസ്ക് ഓറിയന്റേഷനിലും വലിയ ഇമ്പോർട്ടൻസ് ഇല്ല, റിലേഷൻഷിപ്പിലും വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. പക്ഷെ എന്തിനാണ് ഇമ്പോർട്ടൻസ്? ഇതൊരു സ്ട്രെസ് കൊടുക്കുന്നത് റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സിനാണ്. റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സിൽ എവിടെ നമ്മൾ സ്ട്രെസ് കൊടുക്കുന്നത് കണ്ടു, അവിടെ ബ്യൂറോക്രാറ്റ് എന്നുള്ളൊരു വാക്ക് അവിടെ ഉണ്ടായിരിക്കും. ഓക്കെ, അടുത്തത് ബെനവലന്റ് ഓട്ടോക്രാറ്റ്. ബേസ്ഡ് ഓൺ ദ സിറ്റുവേഷൻ ലീഡർ അഡോപ്റ്റ് സ്റ്റൈൽസ് വെയറിൻ ദ യൂസേജ് ഓഫ് ഹൈ ടാസ്ക് ഓറിയന്റേഷൻ, ലോ റിലേഷൻഷിപ്പ് ഓറിയന്റേഷൻ. ആൻഡ് ലീഡർഷിപ്പ് സ്റ്റൈൽ ഇൻസീൻസ് നോയിങ് വാട്ട് ഹി വാണ്ട്സ് ആൻഡ് knowing how to get it without creating resentment. അതായത് റിസസ്മെന്റ് ഇല്ലാതെ എത്രത്തോളം ഹൈ ടാസ്ക് അച്ചീവ് ചെയ്യിക്കാൻ പറ്റൂ എന്നുള്ളതാണ് നോക്കുന്നത്. അതിൽ ലോ റിലേഷൻഷിപ്പ് കൺസേൺ ആണ്, പക്ഷെ അവർക്കറിയാം അത് ഒരു റിസസ്മെന്റ് ഇല്ലാതെ എത്രത്തോളം ടാസ്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കാണാണ്ട് പഠിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ, ഈ ഡെവലപ്പർ, എക്സിക്യൂട്ടീവ്, ബ്യൂറോക്രാറ്റ്, ബെനവലന്റ് ഓട്ടോക്രാറ്റ്, ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. കുറേയൊക്കെ ഇതൊന്ന് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാൻ പറ്റും, ഓക്കെ, എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്, എവിടെയാണ് ഇവരുടെ സ്ട്രെസ്, ഏത് ഹൈ റിലേഷൻഷിപ്പിലാണോ, അല്ലെങ്കിൽ ഫോർമാലിറ്റിയിലാണോ, റൂൾസ് ആൻഡ് പ്രൊസീജിയറിലാണോ, അല്ലെങ്കിൽ ടാസ്കിലാണോ, ഒരു ലീഡർഷിപ്പിൻ്റെ എന്താ പറയുക ഫോക്കസ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്കത് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഇതൊക്കെ എഫക്റ്റീവ് ലീഡർഷിപ്സ് ആണ്. ഇനി ഇൻഎഫക്റ്റീവ് സ്റ്റൈൽസ് നോക്കി നോക്കാം. മിഷനറി സ്റ്റൈലാണ് പറയുന്നത്. ഇത് അറ്റ് ഇൻഅപ്രോപ്രിയേറ്റ് സിറ്റുവേഷൻ ഇഫ് എ ലീഡർ അഡോപ്റ്റ്സ് ഹൈ റിലേഷൻഷിപ്പ് ഓറിയന്റേഷൻ ആൻഡ് ലോ ടാസ്ക് ഓറിയന്റേഷൻ, a leader is said to be ineffective, seen being primarily interested in harmony. ഓക്കെ, ഒരു മെമ്പറുമായിട്ട് അല്ലെങ്കിൽ ഒരു സബോർഡിനേറ്റുമായിട്ട് ജസ്റ്റ് ഒരു നല്ലൊരു റിലേഷൻഷിപ്പ് ഒരു ഹാർമണി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇയാൾ എന്ത് ചെയ്യുന്നു, ഹൈ റിലേഷൻഷിപ്പ് ഓറിയന്റേഷൻ എടുക്കുന്നു. എന്നാൽ അയാളെ കൊണ്ട് ചെയ്യിക്കേണ്ട ടാസ്ക് എന്ത് ചെയ്യുന്നില്ല, ഇയാൾ ചെയ്യിക്കുന്നില്ല. ഓക്കെ, അതൊരു മിഷണറി ലീഡർഷിപ്പ് ആയിട്ടാണ് പറയുന്നത്. ജസ്റ്റ് എന്താ അയാൾ ചെയ്യുന്നത്, ഒരു ലീഡർ ഫോളോവർ റിലേഷൻഷിപ്പ് നന്നായി മെയിൻറ്റെയിൻ ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. പകരം എന്ത് ഇയാൾ കോംപ്രമൈസ് ചെയ്യുന്നു, ഇയാൾ കോംപ്രമൈസ് ചെയ്യുന്ന ടാസ്ക് കോംപ്രമൈസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് കോംപ്രമൈസർ ആണ്. എ ലീഡർ ഈസ് സീൻ ആസ് എ കോംപ്രമൈസർ വെൻ ഹി യൂസസ് high task orientation and high relationship orientation when situation demands focus on only one orientation. Okay, such leaders are seen as poor decision makers, as follows himself to be influenced by pressures in a situation. Okay, അപ്പോൾ ഒരു സ്ഥലത്ത് ഒന്നുകിൽ നിങ്ങൾ ഹൈ ടാസ്ക് ഓറിയന്റേഷൻ ഫോളോ ചെയ്യണം, അല്ലെങ്കിൽ ഹൈ റിലേഷൻഷിപ്പ് ഓറിയന്റേഷൻ ഫോളോ ചെയ്യണം. അതാണ് സിറ്റുവേഷൻ ഡിമാൻഡ് ചെയ്യുന്നത്. എന്നാൽ ഈ ഡിമാൻഡ് ചെയ്യുന്നത് കൺസിഡർ ചെയ്യാതെ ഇയാൾ എന്ത് ചെയ്യുന്നു, രണ്ടും കൂടി എന്താ പറയുക ഫോക്കസ് ചെയ്യാൻ നോക്കും. അപ്പോൾ അതെന്താ വെച്ചാൽ ഒരു പുവർ ലീഡർഷിപ്പ്, പുവർ ഡിസിഷൻ മേക്കിംഗ് ആണ് ഇതിൽ നമുക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, അടുത്തത് ഡെസേർട്ടർ എന്ന് പറയുന്ന ഒരു ഇതാണ്. വെൻ ലീഡർ യൂസസ് എ ലോ റിലേഷൻഷിപ്പ് ഓറിയന്റേഷൻ ആൻഡ് എ ലോ ടാസ്ക് ഓറിയന്റേഷൻ, when such behavior is inappropriate. Such styles of leadership is also called a deserter. The leader at such situation is seen as uninvolved and passive. ഇയാള് ഒരു റിലേഷൻഷിപ്പും കീപ്പ് ചെയ്യുന്നില്ല, ടാസ്ക് ഓറിയന്റേഷനും കീപ്പ് ചെയ്യുന്നില്ല. ഇയാൾ ഒരു എന്താ പറയുക അൺഇൻവോൾവ്ഡ് ആയിട്ട് പാസീവായിട്ട് നിൽക്കുകയാണ്. ഇത്തരത്തിലുള്ള ആൾക്കാരെ ഡെസേർട്ടർ എന്നാണ് പറയുന്നത്. അത് ഇൻഅപ്രോപ്രിയേറ്റ് ആണ്. നിങ്ങളൊരു കൃത്യമായിട്ട് ഇടപെടേണ്ട സ്ഥലങ്ങളിൽ ഇടപെടാതെ മാറി നിൽക്കുക, അല്ലെങ്കിൽ അതിനെ ഇഗ്നോർ ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരു ഡെസേർട്ടർ എന്നൊരു സ്റ്റൈലായിട്ട് യൂസ് ചെയ്യുക. അത് ഇൻഎഫക്റ്റീവ് സ്റ്റൈലാണ്. അടുത്തത് ഓട്ടോക്രാറ്റ്. വെൻ ഹൈ ടാസ്ക് ഓറിയന്റേഷൻ ആൻഡ് ലോ relationship orientation is used by a leader in inappropriate times, the style adopted is to be autocratic. Okay, when such style is adopted, the leader is seen as having no confidence in others, as unpleasant, and as being interested only in the immediate task.
ഓക്കെ. അപ്പൊ അതില് ഇന്നപ്രോപ്രിയേറ്റുള്ള ടൈമിൽ ഹൈ ടാസ്ക് ഓറിയന്റേഷൻ കാണിക്കുക. ജോലി ചെയ്യുന്ന ആൾക്കാർ ഇപ്പൊ പല ആൾക്കാരും പല രീതിയിലും നമുക്ക് ഒരുപാട് കഷ്ടപ്പെട്ട കമ്പനിക്ക് വേണ്ടി കഷ്ടപ്പെട്ട ആളിനെ ഒരൊറ്റ സമയത്ത് ഒരു ടാസ്കിന്റെ ഒരു കാര്യത്തിന് അതൊക്കെ ഇഗ്നോർ ചെയ്തുകൊണ്ട് അവരെ ഷൗട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അത് ഇഗ്നോർ ചെയ്യുന്ന ആൾക്കാരെ, അപ്പൊ ഇതൊക്കെ ഒരു ഓട്ടോക്രാറ്റ് ബിഹേവിയർ ആണ്. അത് ഇന്നപ്രോപ്രിയേറ്റ് ആയിട്ട് ചെയ്യാൻ പാടില്ല. ഏതെങ്കിലും ഹൈ ടാസ്ക് വളരെ വാല്യുവബിൾ ആയിട്ടുള്ള ഒരു ടാസ്കിന് വേണ്ടി നിങ്ങൾക്ക് മോട്ടിവേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ റിവാർഡ് ആൻഡ് പണിഷ്മെന്റ് കൊടുക്കുകയോ ചെയ്യാം. പക്ഷെ എവിടെയാണ് എംപ്ലോയി ഓറിയന്റഡ് റിലേഷൻഷിപ്പ് ഓറിയന്റേഷൻ വേണ്ടത്, ആ ഫോക്കസ് മാറി വേറെ ടാസ്കിന് സ്ട്രെസ് കൊടുക്കുമ്പോൾ അയാൾ ഒരു ഓട്ടോക്രാറ്റ് ആയിട്ട് മാറുക ആണ് ചെയ്യുന്നത് ഇൻഎഫക്റ്റീവ് സ്റ്റൈൽസിൽ. ഓക്കെ, ഇത്രയാണ് ലീഡർഷിപ്പ് സ്റ്റൈൽസ് ഉള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അപ്പോൾ ഇതോടുകൂടി നമ്മുടെ പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ കഴിഞ്ഞു. നിങ്ങൾ ഒന്നുകൂടി ഇടയ്ക്കൊക്കെ ഒന്ന് റിവൈസ് ചെയ്തിട്ട് ക്ലാസ് കണ്ടില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ആ നോട്ട്സ് എങ്കിലും ഇടയ്ക്കൊക്കെ ഒന്ന് നോക്കണം, നമ്മൾ എക്സാം കഴിയുന്നവരെങ്കിലും. ഓക്കെ, ഒരു 1 മന്തിൽ ഒരു അരമണിക്കൂറൊക്കെ എടുത്ത് നോട്ട് കംപ്ലീറ്റ് നോക്കണം. ഇപ്പോൾ ക്ലാസ് കേട്ടുള്ള ആൾക്കാരാകുമ്പോൾ എവിടുന്നേലൊക്കെ അത് ഓർമ്മ വരും. ലാസ്റ്റ് സമയത്തേക്ക് നമുക്കത് ബെനിഫിറ്റ് ആവും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ യാതൊരു ഇത് പിടുത്തം ഇല്ലാതെ ആയി കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് മുമ്പാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഏകദേശം ഇനിയിപ്പോൾ ഏപ്രിൽ ആയിട്ടുള്ളൂ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, 6 മാസം കൂടി ഉണ്ട് എക്സാമിന്. അപ്പൊ ഇത് നേരത്തെ എടുത്ത് കഴിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് യാതൊരു ധാരണയില്ലാത്ത ആൾക്കാർക്ക് ഈ മാനേജ്മെന്റ് എന്താണ്, അഡ്മിനിസ്ട്രേഷൻ എന്താണ് എന്നൊക്കെ ഒരു മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഇത് ക്ലാസ് കണ്ടു അതിനുശേഷം ഇത് നിർത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ധാരണ ഇല്ലാണ്ടാവും. ഓക്കെ, അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് ഒരു 1 മന്തിൽ ഒരു മണിക്കൂറോ എങ്ങനെ എടുത്ത് ക്ലാസ്സിന്റെ നോട്ട്സ് എങ്കിലും ഒന്ന് ജസ്റ്റ് നോക്കി പോവുക. ഓക്കെ, അതിനുശേഷം ഇനി എന്താ പറയാ എക്സാമിന്റെ ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു പ്ലാൻ വെച്ച് ഒരു തവണയും കൂടി നിങ്ങൾക്ക് വീഡിയോ തന്നെ കാണേണ്ടി വരും. അത് ആ സമയത്ത് മതി. പക്ഷെ അതിന്റെ ഇടയിൽ ഒരു റിവിഷൻ ഇങ്ങനെ നടത്തിക്കൊണ്ട് പോകണം, എന്നാലാണ് നമുക്കിത് മിസ്സാവാതിരിക്കുള്ളൂ. ഓക്കെ, സ്പെഷ്യൽ സബ്ജക്ട് പഠിക്കേണ്ട ഒരു പ്രത്യേക രീതിയിൽ തന്നെ അത് പഠിച്ചു പോകണം. ഓക്കെ, ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ മെസ്സേജ് ചെയ്യാം. അതല്ലെങ്കിൽ ഇത് ഗ്രൂപ്പ് ഇല്ലാതെ യൂട്യൂബിൽ നിന്ന് കാണുന്ന ആൾക്കാരാണെങ്കിൽ അതിൽ കമന്റ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. നമുക്കിത് ഇതോടുകൂടി അവസാനിച്ചു എന്ന് വിചാരിക്കരുത്. ഈ പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ നമുക്ക് എക്സാം കഴിയുന്നവരെങ്കിലും ഇതിന്റെ ആ ഒരു റിഗർ നിർത്തി കണ്ടിന്യൂ ചെയ്ത് പോകണം. ഓക്കെ, എല്ലാവരോടും നന്ദി ഇത് കാണുന്നതിലും അതുപോലെ സപ്പോർട്ട് ചെയ്യുന്നതിലും. താങ്ക് യു.